കൂട്ടുകാരെ, അപ്പം നമ്മൾ ഇന്ന് ഇപ്പോൾ കഴിഞ്ഞ +2 സേ എക്സാം 2026 ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒന്നാമത് എന്താണ്, നമ്മൾ പഠിച്ച ചാപ്റ്ററിൽ തന്നെയാണ്. ഏതാണ്? ഇർഫാൻ ആലമിൻ്റെ ഇൻ്റർവ്യൂ അല്ലേ, പഠിച്ചില്ലേ? 3 വേൾഡ് റെവല്യൂഷൻ എന്ന് പറയുന്ന ആ ചാപ്റ്ററിലെ കുറച്ച് പോർഷനാണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അത് വായിച്ചിട്ട് ആൻസർ എഴുതാനായിരുന്നു. അപ്പോൾ എന്താ പറയുന്നത്? ഐ ഫേംലി ബിലീവ് ഇൻ CK പ്രഹ്ലാദ്സ് ഐഡിയ ദാറ്റ് ബിസിനസ്സസ് ക്യാൻ ബി സക്സസ്ഫുൾ ബൈ ടാർഗറ്റിംഗ് ദ ബോട്ടം ഓഫ് ദ പിരമിഡ്. അതായത് എന്താ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, പിരമിഡിൻ്റെ അടിത്തട്ടിലുള്ള, അതായത് സാധാരണക്കാരെ ലക്ഷ്യമിട്ട് കൊണ്ടുള്ള ബിസിനസ്സുകൾക്ക് വിജയം കൈവരിക്കാൻ കഴിയുമെന്ന് CK പ്രഹ്ലാദിൻ്റെ ആശയത്തിൽ ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു, സ്ട്രോങ്ലി വിശ്വസിക്കുന്നു എന്നാണ്. ഇതാരാ പറഞ്ഞത്? നമുക്കറിയാം, ഇത് 3 വേൾഡ് റെവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിൽ ഇർഫാൻ ആലമിൻ്റെ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഇതാരായിരിക്കും പറയുന്നത്? ഇർഫാൻ ആലം ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ആ സെൻറ്റൻസിൽ ആൻസർ കിട്ടില്ലെങ്കിൽ അടുത്ത സെൻറ്റൻസിൽ ആൻസർ ഉണ്ട്. നോക്കിക്കേ, എന്താ? സമ്മാൻ വാസ് ഫൈനലി ഫൗണ്ടഡ് ഇൻ 2007 വിത്ത് സീഡ് മണി ഫ്രം ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ സമ്മാൻ, നമുക്കറിയാം സമ്മാൻ ഫൗണ്ടേഷൻ ആരുടെ ആയിരുന്നു? ഇർഫാൻ ആലം. അപ്പോൾ അത് കാണുമ്പോഴേ നമുക്കറിയാം ഇർഫാൻ ആലമാണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. നോക്കിക്കോളാം എന്താ ക്വസ്റ്റ്യൻ എന്നൊക്കെ നോക്കാം. അപ്പോൾ സമ്മാൻ വാസ് ഫൈനലി ഫൗണ്ടഡ് ഇൻ 2007 വിത്ത് സീഡ് മണി ഫ്രം ദ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. അപ്പോൾ സീഡ് മണി എന്ന് പറഞ്ഞാൽ ഇവിടെ വിത്ത് എന്നല്ല ഉദ്ദേശം, അതായത് സോഴ്സ്. അപ്പോൾ ആ ഒരു ബിസിനസ് ചെയ്യേണ്ട സോഴ്സ് അദ്ദേഹത്തിന് എവിടെ നിന്നാണ് കിട്ടിയത്? കുടുംബത്തിൽ നിന്നും കൂട്ടുകാരിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടെ തന്നിട്ടുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഐഡൻറ്റിഫൈ ദ സ്പീക്കർ ഇൻ ദ ഗിവൻ എക്സെപ്റ്റ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സ്പീക്കർ ആരാണെന്ന്. അപ്പോൾ സമ്മാൻ ഫൗണ്ടേഷൻ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇർഫാൻ ആലമാണ്. അപ്പോൾ ആൻസർ ഇർഫാൻ ആലം എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ വേർഡ് സീഡ് മീൻ ഹിയർ? ഇവിടെ സീഡ്, വിത്ത് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്തെന്നാണ് ചോദിക്കുന്നത്. എന്താണ് സീഡ് എന്ന് പറയുന്നത്? നമുക്കറിയാം വിത്ത് എന്നാണ്. അപ്പോൾ വിത്ത് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു കമ്പാരിസൺ ആണ്. എന്തിനാണ് നമുക്ക് പറഞ്ഞത്? സീഡ് മണി, അതായത് അയാൾക്ക് ആ ബിസിനസ് ചെയ്യേണ്ട കാശിൻ്റെ ആ സ്രോതസ് എന്നാണ്. അപ്പോൾ അത് ഏത് വരും? ആൻസർ അവിടെ ബി ആണ്. ബി, സോഴ്സ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോഴ്സ് എന്ന് വെച്ചാൽ സ്രോതസ്, അതിൻ്റെ ആ ഒരു ബിസിനസ് ചെയ്യാനുള്ള ക്യാപിറ്റൽ. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മെൻഷൻ 1 ഓഫ് ദ ക്വാളിറ്റീസ് ഓഫ് എ സക്സസ്ഫുൾ ഓൺട്രപ്രണർ. അപ്പോൾ ഒരു നല്ല സക്സസ്ഫുൾ ആയ സംരംഭകത്തിന് വേണ്ടുന്ന ക്വാളിറ്റി എന്താണ്? ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാം? ഇന്നോവേഷൻ എന്ന് എഴുതാം, പിന്നെ ഐഡിയാസൊക്കെ നല്ല ക്രിയേറ്റീവ് ഐഡിയാസ് വേണം. പിന്നെ എന്തെഴുതാം? പെർസീവിയറൻസ്, അത് ദൃഢനിശ്ചയം, അത് നേടിയെടുക്കാനുള്ള ഒരു മനസ്സ്, അത് എഴുതാം. റിസ്ക് ടേക്കിംഗ് എബിലിറ്റി എന്ന് എഴുതാം. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, ഈ പറയുന്നില്ല. ഇതിങ്ങനെ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. റിസ്ക് ടേക്കിംഗ്, ഒരു റിസ്ക് എടുക്കാനുള്ള ഒരു മനസ്സ്, അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള കഴിവുണ്ടാവണം. വിഷൻ, നല്ലൊരു കാഴ്ചപ്പാട് വേണം. ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, ഇതിലേതെങ്കിലുമൊക്കെ എഴുതിയാൽ നിങ്ങൾക്ക്, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി രണ്ടാമത്തെ എന്താണ്? റീഡ് ദ ഫോളോയിങ് ലൈൻസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൻ ബിലോ. അപ്പോൾ ഇതും ഇന്നലെ ഇവിടെ പഠിപ്പിച്ചതായിരുന്നു. ഈ സെയിം ക്വസ്റ്റ്യൻസും നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്? റീഡ് ദ ഫോളോയിങ് ലൈൻസ്, താഴെ തന്നിരിക്കുന്ന വരികൾ വായിക്കുക, എന്നിട്ട് ചോദ്യങ്ങൾ, അത് കഴിഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. അപ്പോൾ എന്താ അവിടെ വരികൾ തന്നിട്ടുള്ളത്? ഇത് ഏത് പോയമാണ്? ഐ കം ഹോം അറ്റ് ദ എൻഡ് ഓഫ് 4 years ഓഫ് റിസർച്ച്. നമ്മൾ പഠിച്ചു, അതായത് 4 വർഷത്തെ റിസർച്ചിന് ശേഷം, ഗവേഷണത്തിന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ് ഇൻ നോർത്ത് ഇന്ത്യ. അപ്പോൾ അതായത് എവിടെയാണ് ഗവേഷണം നടത്തിയത്? നോർത്ത് ഇന്ത്യയിലെ 4 വർഷത്തെ ഗവേഷണത്തിന് ശേഷം റിസർച്ചിന് ശേഷം വീട്ടിലെത്തുവാണ്. ഹാവിംഗ് ഏൺഡ് എ ഡോക്ടറൽ ഡിഗ്രി ആൻഡ് ജനറസ് പ്രൈസ് ഫോർ മൈ വർക്ക് ഓൺ മേക്കിംഗ് ടോയ്സ് വിത്ത് ഹസ്ക്. ഹസ്ക് എന്ന് വെച്ചാൽ ഉമി. ഓക്കെ, അപ്പോൾ എന്താണ്? ഒരു ഡോക്ടറൽ ഡിഗ്രിയൊക്കെ നേടിയിട്ടുണ്ട്, ഒരു ഡോക്ടറേറ്റ് ബിരുദവും, പിന്നെ എന്താണ്? ഹസ്ക്, ഉമി കൊണ്ടുള്ള കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കിയതിന് വലിയ പ്രശംസയൊക്കെ നേടി ഞാൻ വീട്ടിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞ് നമ്മൾ പോയം വായിച്ചപ്പോൾ പഠിച്ചു. പിന്നെന്താ പറഞ്ഞത്? ബോർഡ് വിത്ത് ഈറ്റിംഗ് ചപ്പാത്തീസ് ഡേ ആഫ്റ്റർ ഡേ എന്ന് വെച്ചാൽ എന്താണ്? ദിവസം തോറും, നമുക്കറിയാം നോർത്ത് ഇന്ത്യയിൽ എപ്പോഴും ചപ്പാത്തിയാണ്, അത് കഴിച്ച് ഞാൻ മടുത്ത് ഞാൻ വരികയാണെന്നാണ് പറയുന്നത്. എന്നിട്ട് എന്താ? ഐ ആം ഈഗർ ടു ഈറ്റ് എ മീൽ ഓഫ് അതികിര റൈസ്. ഓക്കെ, അപ്പോൾ എന്താ? അതികിര എന്ന് പറയുന്ന അരിയുടെ ചോറ് കഴിക്കാൻ ഞാൻ ആകാംക്ഷിക്കുന്നു എന്നാണ് ആ വരികളുടെ അർത്ഥം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഫോർ ഐഡന്റിഫൈ ദ പോയം ആൻഡ് പോയറ്റ്. അപ്പോൾ പോയം, കവിത ഏതെന്നും പോയറ്റ്, കവി ആരാണ് ഇത് എഴുതിയത്, ഓതർ എന്നും കണ്ടുപിടിക്കാനാണ്. അപ്പോൾ പോയം ഏതാ നമുക്കറിയാം. ആ റൈസ് എന്ന് കാണുമ്പോഴേ നമുക്കറിയാം കവിതയുടെ പേരെന്താണ്? റൈസ്. നമ്മൾ പഠിച്ചു, റൈസ് എന്നാണ് പോയം. പിന്നെ പോയറ്റ് ആരാണ്? ചെമ്മനം ചാക്കോ. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? ഇത് നമ്മൾ ഇന്നലെ ഇവിടെ പഠിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്, അതുപോലെ ഉണ്ട്. ഓക്കെ, വാട്ട് വാസ് ദ സ്പീക്കർ അപ്രിഷിയേറ്റഡ് അബൌട്ട്? അപ്പോൾ എന്തിനാണ് ഈ സ്പീക്കർ ഇവിടെ പ്രശംസിക്കപ്പെട്ടത് എന്തിനായിരുന്നു എന്നാണ്. എന്തിനായിരുന്നു നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു. എന്താണ് ദ സ്പീക്കർ? അപ്പോൾ ആൻസർ എഴുതുമ്പോൾ ദ സ്പീക്കർ വാസ് അപ്രിഷിയേറ്റഡ് ഫോർ, ആ പോയത്തിൽ തന്നെ ഉണ്ട്, എന്താണ്, മേക്കിംഗ് ടോയ്സ് വിത്ത് ഹസ്ക്, അതായത് ഉമി കൊണ്ടുള്ള കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിലുള്ള അതിലാണ് അപ്രിസിയേഷൻ കിട്ടിയത്. ഓക്കെ, അപ്പോൾ മേക്കിംഗ് ടോയ്സ് വിത്ത് ഹസ്ക് എന്ന് എഴുതാം, അല്ലെങ്കിൽ ആ സെന്റൻസ് പോലെ എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ലൈൻ ഓഫ് ദ പോയം ഷോസ് ദ പോയറ്റ്സ് ലോങ്ങിങ് ഫോർ ഹോം ആൻഡ് ട്രഡീഷൻ? അപ്പോൾ ഇതിൽ നമ്മുടെ കവിക്ക് തൻ്റെ നാടിനോടും അതിൻ്റെ അവിടുത്തുള്ള ഒരു ആ ട്രഡീഷനും പാരമ്പര്യത്തോടുള്ള എന്തൊരു ആഗ്രഹം ഉണർത്തിപ്പിക്കുന്ന വരി ഏതാണെന്ന് അത് ഇന്നലെ വരി വായിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ലൈൻ അങ്ങ് എടുത്ത് എഴുതി വെച്ചാൽ മതി. ഐ ആം ഈഗർ ടു ഈറ്റ് എ മീൽ ഓഫ് അതികിര റൈസ്. അത് നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ പ്രദേശത്തുള്ള ഒരു പ്രത്യേകതര അരിയാണ്. അപ്പോൾ ഈഗർ, ആകാംക്ഷയോടെ കാത്തു നിൽക്കുവാണെന്നുള്ളത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ലാസ്റ്റ് ലൈനാണ് ആൻസറായിട്ട് കിട്ടുന്നത്. അത് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ഇഡിയംസ് ഗിവൻ ബിലോ. അപ്പോൾ അവിടെ 3 ഇഡിയംസ് തന്നിട്ടുണ്ട്. എന്താണ്? ഒന്ന്, സ്റ്റേ ഓൺ ദെയർ ടോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ, സ്റ്റേ അലേർട്ടായിട്ടിരിക്കുക, അല്ലെങ്കിൽ അതിൽ ശ്രദ്ധിച്ചിരിക്കുക, ജാഗരൂകരായിരിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, മിസ് ദ ബോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മിസ് ദ ബോട്ട് എന്ന് പറഞ്ഞ ഒരു ഇഡിയമാണ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മളൊരു അവസരം നഷ്ടപ്പെടുത്തുക എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതാണ് മിസ് ദ ബോട്ട്. ഇനി അടുത്തതാണ് സിറ്റ് ഓൺ ദ ഫെൻസ്. സിറ്റ് ഓൺ ദ ഫെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഒരു വേലിക്കുള്ളിൽ തന്നെ ഇരിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ കറക്റ്റ് നമ്മൾ ഒരു തീരുമാനം എടുക്കാതെ ഇങ്ങനെ ഇരിക്കുക, മാറി നിൽക്കുക, അങ്ങനെയുള്ള ഒരു മീനിങ് ആണ് സിറ്റ് ഓൺ ദ ഫെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ബാക്കിയുള്ള സെന്റൻസിൽ 7ാമത്തെയും 8ാമത്തെയും സെന്റൻസ് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഏതിനാണ് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്നത് നോക്കുക. അപ്പോൾ 7ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ദ കോച്ച് ടോൾ ദ പ്ലേയേഴ്സ് ടു ഡാഷ് ഡ്യൂറിങ് ദ ഫൈനൽ മാച്ച്. അപ്പോൾ കോച്ച് ആ പ്ലേയേഴ്സിനോട് പറയുന്നു സ്റ്റേ ഓൺ ദെയർ ടോസ് എന്നായിരിക്കും അവിടെ, അല്ലേ? അപ്പോൾ കോച്ച് എന്താണ് ആ കളിക്കാരോട്, അവിടുത്തെ പരിശീലകൻ എന്തായിരിക്കും പറയുന്നത്? നിങ്ങളത് ഫോക്കസ്ഡ് ആയിരിക്കുക എന്നൊക്കെ ഉള്ളേ. അപ്പോൾ അതിനെവിടത്തുള്ള ഏതാ എടുത്തെഴുതേണ്ടത്? സ്റ്റേ ഓൺ ദെയർ ടോസ് എന്നാണ്. ഓക്കെ, ഡ്യൂറിങ് ദ ഫൈനൽ മാച്ച്, ഫൈനൽ മാച്ചിൽ നിങ്ങൾ ജാഗരൂകരായിരിക്കുക എന്നുള്ളതായിരിക്കും പറയുന്നത്. അപ്പോൾ അതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 8ാമത്തത് എന്താ? ഡോൺ ഡാഷ് വെൻ യുവർ ഫ്രണ്ട്സ് നീഡ് യുവർ ഒപ്പീനിയൻ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ, അഭിപ്രായത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നിങ്ങളിങ്ങനെ ഡോണ്ട്, അരുത്. അപ്പോൾ അരുത് എന്ന് പറയുന്നത് എന്താണ്? മാറി നിൽക്കരുത്, തീരുമാനം എടുക്കാതെ മാറി നിൽക്കരുതെന്ന്. അപ്പോൾ അതിനെ ഏതെടുത്ത് എഴുതാം നമുക്ക്? സിറ്റ് ഓൺ ദ ഫെൻസ്. അപ്പോൾ എങ്ങനെ എഴുതും? ഡോൺ സിറ്റ് ഓൺ ദ ഫെൻസ് വെൻ യുവർ ഫ്രണ്ട്സ് നീഡ് യുവർ ഒപ്പീനിയൻ. അതാണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രിങ് ഔട്ട് ദ ഹ്യൂമർ ഇൻ ദ ടൈറ്റിൽ ഓഫ് ദ പോയം ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് റിട്ടൺ ബൈ ഓഗ്ഡൻ നാഷ്. അപ്പോൾ ഇതും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞു, ഈ കവിത പറഞ്ഞപ്പോഴും പറഞ്ഞു ഇത് ഹ്യൂമറാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതണം, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞ് എഴുതണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കവിതയുടെ ഈ ഒരു തലക്കെട്ടിൽ ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്ന് പറയുന്ന ആ ഒരു തലക്കെട്ടിലെ ആ ഹ്യൂമർ, ഹാസ്യം എന്താണെന്ന് എടുത്തെഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയോണി എഴുതണം, പിന്നെ ഹ്യൂമർ എടുത്ത് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അതായത് ഡെന്റിസ്റ്റിനെ സന്ദർശിക്കുന്നത് എല്ലാവർക്കും ഭയവും അല്ലേ, വേദനയാണ്, പിന്നെ രണ്ടും കൂടെ ഉണ്ടാക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ നമ്മൾ പേടിക്കേണ്ടെന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഒരു ഭീതിയോടെയും പിന്നെ എന്താണ്, അത് മാത്രമല്ല ഡോക്ടറിന്റെ മുമ്പിൽ എന്താണ് വായ പൊളിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രണ്ടും കൂടെയൊക്കെ ഉൾക്കൊണ്ട് ഹാസ്യമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഇതാ ഇങ്ങനെ എഴുതാം. ഇനിയിപ്പോൾ ഇത് വായിച്ച് പറയുന്നില്ല, നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഇതുപോലെ ഒരു അർത്ഥം കിട്ടുന്ന തരത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, ചേഞ്ച് ദ ഫോളോയിങ് ഡയലോഗ് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. അപ്പോൾ ഈ ഡയലോഗിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് ആക്കാനാണ് പറയുന്നത്. റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് എങ്ങനെ എഴുതാമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതും ഇന്നലെ ഇവിടെ പറഞ്ഞു, റിപ്പോർട്ടഡ് സ്പീച്ച് ഇതല്ല, കുറച്ച് 2 സിനാരിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ടഡ് സ്പീച്ച് ഒരു നമുക്കറിയാലോ, റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് വെച്ചാൽ കേട്ടിട്ട് മറ്റൊരാളടുത്ത് തേർഡ് പേഴ്സൺ വേറൊരാളടുത്ത് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെ മാറ്റം വരുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യമേ എന്ത് ചെയ്യും, ഇവിടെ എന്താ തന്നിട്ടുണ്ട്, ടൂറിസ്റ്റ് ഹൗ ലോങ് ബിഫോർ ഇറ്റ് ഗോസ് ടു ദ ജനറൽ പോസ്റ്റ് ഓഫീസ് ടു ബി സോർട്ടഡ്. അപ്പോൾ എന്താ ഇത് ചോദിച്ചത്, നമുക്ക് ഇതേ ചാപ്റ്റർ എന്നൊക്കെ അറിയാം, നമ്മൾ ഇതിവിടെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ടൂറിസ്റ്റും അസിസ്റ്റന്റും തമ്മിലുള്ള കോൺവെർസേഷന്റെ ഒരു ഭാഗമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഗിഫ്റ്റൊക്കെ ഇങ്ങനെ തരംതിരിച്ചെടുക്കൂലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജനറൽ പോസ്റ്റ് ഓഫീസിലേക്ക് പോകുന്നതിന് എത്ര സമയം എടുക്കുമെന്ന് മറ്റേ വിനോദസഞ്ചാരി, അതായത് നമ്മുടെ ടൂറിസ്റ്റ് ചോദിക്കുന്നതാണ് സന്ദർഭം. അപ്പോൾ എന്താണ് അസിസ്റ്റന്റ് പറയുന്നത്, ഇറ്റ് വിൽ ബി കളക്റ്റഡ് അറ്റ് മിഡ് ഡേ. അത് മിഡ് ഡേ എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക്, അത് ഒരു ഉച്ചയ്ക്ക് ശേഖരിക്കുമെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ, അത് കേട്ടിട്ട്
അപ്പോൾ അടുത്ത് നമ്മൾ വേറൊരാടുത്ത് പറയാം, ടൂറിസ്റ്റ് അസിസ്റ്റന്റിനോട് ഇങ്ങനെ ചോദിച്ചു, എന്നിട്ട് അതിന് അസിസ്റ്റന്റ് ഇങ്ങനെ മറുപടി പറഞ്ഞു എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ അതെങ്ങനെ എഴുതും ആൻസർ? ദ ടൂറിസ്റ്റ് ആരോട് ചോദിക്കുവാണ് അല്ലേ, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ചോദിക്കുകയാണ്. അപ്പോൾ അസിസ്റ്റന്റ്, അപ്പോൾ ഇങ്ങനെ എഴുതും ടൂറിസ്റ്റ് ആസ്ക് ദ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് ബാക്കി അതുപോലെ ഹൗ ലോങ് ഇറ്റ്, എത്ര സമയം എടുക്കും. അപ്പോൾ ഇത് കഴിഞ്ഞ ഒരു കാര്യം നമുക്കറിയാം, അപ്പോൾ കഴിഞ്ഞ കാര്യം അടുത്ത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വേറൊരാളടുത്ത് പറയുന്നത്, ആ കാര്യം കേട്ട് കഴിഞ്ഞിട്ട്. അപ്പോൾ അവിടെ എന്തും ഉപയോഗിക്കണം, അവിടെ നമ്മൾ ഓക്സിലറി വെർബ് വുഡ് ഉപയോഗിക്കണം. ഹൗ ലോങ് ഇറ്റ് വുഡ് ബി ബിഫോർ ഇറ്റ് ഗോസ് ടു ദ ജനറൽ പോസ്റ്റ് ഓഫീസ് ടു ബി സോർട്ടഡ്. അപ്പോൾ നമ്മൾ അവിടെ അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന വില്ലെന്ന് പറയുന്ന ആ ഒരു ഓക്സിലറി വെർബിനെ വുഡ് ആക്കി മാറ്റണം. ഓക്കെ, അതാണ് ഫസ്റ്റ് പറയുന്നത്. അപ്പോൾ തിരിച്ചെന്ത് പറയും? അസിസ്റ്റന്റ് ഇങ്ങനെ പറഞ്ഞു, അത് കേട്ടപ്പോൾ അസിസ്റ്റന്റ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറയാം അതിന് ആൻസർ, ദ അസിസ്റ്റന്റ് റിപ്ലൈഡ് ദാറ്റ്, അസിസ്റ്റന്റ് ഇങ്ങനെ മറുപടി പറഞ്ഞു. എന്താണ്? ഇറ്റ്, വില്ല് മാറി എന്താവും? അവിടുത്തെ വില്ല് മാറി നമ്മൾ വുഡ് ആക്കും. ഇന്നലെ പറഞ്ഞതാണ്, വില്ല് മാറി വുഡ് ആക്കും. ഇറ്റ് വുഡ് ബി കളക്റ്റഡ് അറ്റ് മിഡ് ഡേ. അത്രയും മാത്രമേ ഉള്ളൂ അവിടെ മാറ്റം ചെയ്യേണ്ടത്. അപ്പോൾ ഈസി ആയിരുന്നു, അത് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ. സ്റ്റാമർ ഈസ് നോ ഹാൻഡിക്യാപ്പ്, ഇറ്റ് ഈസ് എ മോഡ് ഓഫ് സ്പീച്ച്. എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ദീസ് ലൈൻസ്. അപ്പോൾ ഇതും ഇവിടെ പ്രാക്ടീസ് ചെയ്ത് പറഞ്ഞ് ഈ ക്വസ്റ്റ്യൻ വരുമെന്ന് പറഞ്ഞ് പഠിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ആൻസർ എഴുതാം? ഇറ്റ് ഈസ് നോട്ട് എ ഹാൻഡിക്യാപ്പ് ആസ് ഇറ്റ് ഈസ് കോമൺലി ബിലീവ്ഡ്. നമ്മളിവിടെ പറഞ്ഞു തന്നെയാണ്, ഞാനിത് വായിച്ച് പറഞ്ഞതാണ്, അതുകൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല. ഇതാണ് ആൻസർ. ഇങ്ങനെ എഴുതിയവർക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 12ാമത്തെ ക്വസ്റ്റ്യൻ. യുവർ ഫ്രണ്ട് ഡിപ്പെൻഡ്സ് ടു മച്ച് ഓൺ മെഡിസിൻസ് ഇൻസ്റ്റെഡ് ഓഫ് മെയിൻറ്റെയിനിങ് സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് മെൻ്റൽ സ്ട്രെങ്ത്. ഗീവ് 2 pieces ഓഫ് അഡ്വൈസ് ടു ഹെൽപ്പ് ഹിം ഇംപ്രൂവ് ഹിസ് വെൽബീയിങ്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനും അഡ്വൈസും വരുമെന്ന് പറഞ്ഞ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു മോഡൽ ഞാൻ ഇന്നലെ പറഞ്ഞ ആ ക്വസ്റ്റ്യൻ്റെ ആ അഡ്വൈസ് തന്നെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അല്ല ഇവിടെ ഇങ്ങനെ യു ഷുഡ് എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. ഓക്കെ, അതിലെന്താ എഴുതാം നമുക്ക്? അല്ലാതെ ഇങ്ങനെ എഴുതുന്നവർക്കും മാർക്ക് കിട്ടും. എന്താണ്? യു ഷുഡ് ഫോക്കസ് ഓൺ റെഗുലർ എക്സസൈസ് ആൻഡ് മെഡിറ്റേഷൻ ഇൻസ്റ്റെഡ് ഓഫ് റിലേയിങ് എൻറ്റയർലി ഓൺ മെഡിസിൻസ്. എന്ന് വെച്ചാൽ എന്താ ഇവിടെ പറയുകയാണ്, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, നിങ്ങളുടെ ഫ്രണ്ട് കൂടുതലായിട്ടും ആശ്രയിക്കുന്നത് എന്താണ്? മരുന്നുകളെയാണ് ആശ്രയിക്കുന്നത്. പക്ഷേ ഒരു സെൽഫ് ഡിസിപ്ലിനോ മെൻ്റൽ സ്ട്രെങ്തോ ഒന്നും ചെയ്യുന്നില്ല, ഒരു എക്സസൈസോ ഒന്നും ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന 2 അഡ്വൈസ്, നിർദ്ദേശങ്ങളാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് പറയാം? നിങ്ങൾ മരുന്നുകളെ മാത്രം ആശ്രയിക്കുന്നവരെ കുറച്ച് വ്യായാമവും മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത്, യോഗയോ അതൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. ആ യോഗയുടെ ഇന്നത്തെ രീതിയിൽ പറഞ്ഞ് അത് എഴുതിയിട്ടുള്ളവർക്ക് മാർക്ക് കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും. ഇത്തരത്തിലുള്ള ഒരു ആശയം കിട്ടിയിട്ടുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അടുത്ത ബി എന്താ? വൈ ഡോണ്ട് യു പറഞ്ഞിട്ട് ബാക്കി എന്ത് എഴുതാം? വൈ ഡോണ്ട് യു ട്രൈ ബിൽഡിംഗ് മെന്റൽ സ്ട്രെങ്ത് ത്രൂ സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ പോലെയാണ്. എന്താണ് സെൽഫ് ഡിസിപ്ലിനിലൂടെയും പിന്നെ എന്താണ് ലൈഫ് സ്റ്റൈലിലൂടെയും നല്ല സ്ട്രോങ് മെന്റൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, മാനസിക കരുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിനക്ക് എന്തുകൊണ്ട് ശ്രമിച്ചുകൂടാ എന്നിങ്ങനെ ചോദിക്കാം. അതാണ് ഒരു ക്വസ്റ്റ്യൻ പോലെ ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടും. ഈ ആശയം തരുന്ന രീതിയിൽ വേറെ രീതിയിൽ നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടും. ഓക്കെ, അടുത്തത് ആൻസർ. ഇനി 5 questions from 13 to 19 ഈച്ച് ക്യാരീസ് 4 scores. അപ്പോൾ 4 scores 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 13 മുതൽ 19 വരെ ഉള്ളത്. അതിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇൻട്രൊഡക്ടറി സ്പീച്ച് ആണ്. അതും ഇവിടെ പറഞ്ഞു തന്ന മോഡലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ആൻസർ മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. നിങ്ങൾക്കറിയാം, ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് എഴുതിയിട്ടുള്ളവർക്ക് മാർക്ക് കിട്ടും. ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? യുവർ സ്കൂൾ ഈസ് ഹോസ്റ്റിംഗ് ദ സ്റ്റേറ്റ് വൈഡ് നാഷണൽ വുമൻസ് ഡേ പ്രോഗ്രാം. അപ്പോൾ നിങ്ങളുടെ സ്കൂൾ എന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റ് വൈഡ് നാഷണൽ വുമൻസ് ഡേ പ്രോഗ്രാം, അപ്പോൾ സംസ്ഥാന തലത്തിൽ ഒരു വനിതാ ദിന പരിപാടി അവതരിപ്പിക്കുവാണ്. ഓക്കെ, ദേശീയ വനിതാ ദിന പ്രോഗ്രാം സംഘടിപ്പിക്കുവാണ്. യു ഹാവ് ഇൻവൈറ്റഡ് ക്രിസ്റ്റീൻ ലഗാർഡെ. ഓക്കെ, ക്രിസ്റ്റീൻ ലഗാർഡിനെ നിങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്, നമ്മൾ സ്കൂള് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ദ ഫോമർ ഹെഡ് ഓഫ് ദ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ടു ഇനാഗ്രേറ്റ് ദ ഇവന്റ്. അപ്പോൾ മുമ്പത്തുള്ള ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ഹെഡായിരുന്നു. അപ്പോൾ അവരാണ് ഈ ഇവന്റ് ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. പ്രിപ്പയർ എ ഷോർട്ട് ഇൻട്രൊഡക്ടറി സ്പീച്ച് ടു വെൽക്കം ക്രിസ്റ്റീൻ ലഗാർഡ് അറ്റ് ദ ഓഡിയൻസിനെ ഈ ക്രിസ്റ്റീൻ ലഗാർഡിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് എഴുതാനാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ രീതിയിൽ ഇവിടെ ആ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ ഒരു ആദ്യം പറയണം? സ്കൂളിനെയാണ്. അപ്പോൾ റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും വാം ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യന് തന്നെ കുറച്ച് വാക്കുകളൊക്കെ ഉണ്ട്, അവരെ കുറിച്ചുണ്ട്. അതൊക്കെ എടുത്ത് എഴുതിയാൽ മതി. നമ്മുടെ സ്കൂളിലെ സംസ്ഥാന ദേശീയതല വനിതാ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ വലിയ അഭിമാനമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തുടങ്ങുക. എന്നിട്ട് ഈ ശുഭവേളയിൽ ഈ ഒരു അവസരത്തിൽ നമ്മുടെ IMFന്റെ മുൻ മേധാവിയായ ക്രിസ്റ്റീൻ ലഗാർഡിനെ സ്വാഗതം ചെയ്യാൻ എനിക്ക് കിട്ടിയ അവസരത്തിൽ സന്തോഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ രീതിയിൽ എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇത് അവരുടെ കുറച്ചുകൂടെ കാര്യങ്ങൾ കൂടെ എഴുതി പ്രചോദനമാണ്, ഇൻസ്പിറേഷനാണ്, വേണോ
വേണമെങ്കിൽ എനി വുമൺ എന്ന് പറഞ്ഞ ആ കവിതയിൽ കുറച്ച് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് എഴുതി ഇട്ടിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിലൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത 14ാമത്തെ എഡിറ്റ് ദ ഫോളോയിങ്. എഡിറ്റ് ചെയ്യാനും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഡിറ്റ് ചെയ്യാൻ കുറച്ച് സിനാരിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു പുതിയ സിനാരിയോ ആണ്. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പക്ഷേ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എഡിറ്റ് ചെയ്യാൻ വരുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ആയിരിക്കും. ടെക്സ്റ്റ് ബുക്കിലെ പോർഷൻസ് ആണ്. അതുപോലെ ഇവിടെയും ടെക്സ്റ്റ് ബുക്കിലെ പോർഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഏതാണിത്? നമ്മളിവിടെ പഠിച്ചിരുന്നു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് പറയുന്നത് അല്ലേ? അവിടുത്തെ തെറ്റെന്ന് പറഞ്ഞത് ഐ റിഫ്ലക്ട്സ് ഓൺ മൈ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് വെൻ ഐ വിൽ വിസിറ്റ് എ സ്ട്രീം നെക്സ്റ്റ് ടു അവർ ഹോം ടു ഫെച്ച് വാട്ടർ ഫോർ മൈ മദർ. അപ്പോൾ ഞാനിത് ഇവിടെ വായിച്ചു തന്ന ഒരു സിനാരിയോ തന്നെയാണ്. ഓക്കെ, ഇവിടെ തെറ്റെന്താണ്? ഐ റിഫ്ലക്സ് എന്ന് പറയില്ല, ഐ റിഫ്ലക്ട്. ഇത് ഓർമ്മയുണ്ടോ? അതായത് എൻ്റെ കുട്ടിക്കാലത്ത് അമ്മയോടൊപ്പം വെള്ളം കോരാൻ വേണ്ടിയിട്ട് നമ്മൾ ദൂരെ പോവുമായിരുന്നു. അപ്പോഴെന്താണ്, അപ്പോൾ അവിടെ വെള്ളമൊക്കെ തെളിനീരായിരുന്നു. ഇപ്പോൾ എന്താണ് മലിനമായിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ചാപ്റ്ററൊക്കെ അറിയാം. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. ഓക്കെ, എന്നിട്ട് അവിടെ എന്താണ് കുഞ്ഞ് തവളേനെ പിടിക്കാൻ പോകും എന്നൊക്കെ പറഞ്ഞ് അത് എൻ്റെ ഫലം നിഷ്ഫലമായിട്ടുണ്ടെങ്കിലും ഞാൻ ശ്രമിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇംഗ്ലീഷിൽ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഐ റിഫ്ലക്സ് എന്ന് പറയില്ല. റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന പ്രസൻറ്റിൽ നടക്കുക, ഇത് കഴിഞ്ഞ കാര്യമാണ് പറയുന്നത്. അപ്പോൾ റിഫ്ലക്സ് എന്ന് പറയില്ല, ഐ റിഫ്ലക്ട് എന്ന് പറയുന്നത് കേട്ടോ. ഐ റിഫ്ലക്ട് ഓൺ മൈ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്. ഓക്കെ, അത് മാത്രമല്ല റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ഫോം പോലെ വരും. അപ്പോൾ ഐ റിഫ്ലക്റ്റ് എന്നാണ് അവിടെ വരേണ്ടത്. ഓക്കെ, പ്രതിഫലിക്കുന്നു. മൈ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്, എൻ്റെ കുട്ടിക്കാല ഓർമ്മകൾ. എൻ്റെ അമ്മയ്ക്ക് വെള്ളം കോരിയെടുക്കാൻ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു തോട് വിസിറ്റ് ചെയ്തിരുന്ന ഒരു കുട്ടിക്കാലത്തെ അനുഭവം ഞാൻ ഓർക്കുന്നു എന്നാണ്. അപ്പോൾ റിഫ്ലക്സ് എന്നല്ല, അവിടെ തെറ്റ് റിഫ്ലക്റ്റ് എന്നാണ് വരുന്നത്. പിന്നെന്താണ്? ഐ വിൽ വിസിറ്റ് എന്നല്ല, കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ എന്താണ്? ഐ വില്ലെന്ന് പറഞ്ഞാൽ ഇപ്പം ഇനി ചെയ്യും, ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഐ വിൽ പറയില്ല, ഐ വുഡ് എന്നാണ് പറയുന്നത്. വില്ല് മാറി അവിടെ എന്താവും? വുഡ് ആവും. അപ്പോൾ അതാണ് അവിടുത്തെ രണ്ടാമത്തെ മിസ്റ്റേക്ക്. പിന്നെന്താ പറഞ്ഞത്? ടു ഫെച്ച് വാട്ടർ ഫോർ മൈ മദർ, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി വെള്ളം കോരി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങ് പോകുമായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഐ റിഫ്ലക്ട്, പിന്നെ അവിടുത്തെ വിൽ മാറി വുഡ് ആവും. പിന്നെ അടുത്ത സെൻറ്റൻസ് നോക്കിയേ, പ്ലേ എമംഗ് ദ ആരോ റൂട്ട് ലീവ്സ് വെച്ചൊക്കെ കളിക്കും. ഐ ട്രൈഡ് വിത്ത് വെയിൻ. ഐ ട്രൈഡ് വിത്ത് എന്നാണോ? ഇല്ല, അവിടെ വിത്താണ് തെറ്റ്. ഐ ട്രൈഡ് ഇൻ വെയിൻ എന്ന് വെച്ചാൽ നിഷ്ഫലമായി പോവുക. ടു പിക്കപ്പ് സ്ട്രാൻഡ്സ് ഓഫ് ഫ്രോഗ്സ് എഗ്സ്, അതറിയാലോ. ഓക്കെ, അതിന് മുന്നേ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ആ പ്ലേയിൽ അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. പ്ലേ എന്നല്ല, പ്ലേയിങ് എമംഗ് ദ ആരോ റൂട്ട് ലീവ്സ്. അതായത് ആരോ റൂട്ട് ലീവ്സിൻ്റെ ഇടയിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ പ്ലേ അല്ല, പ്ലേ എന്ന് വെച്ചാൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ, അപ്പോൾ അതൊരു കണ്ടിന്യൂസ് ആണ്. അപ്പോൾ പ്ലേയിങ് ആണ് അവിടെ വരേണ്ടത്. പ്ലേ മാറി പ്ലേയിങ് വരും. പിന്നെ അടുത്ത അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ഐ ട്രൈഡ് വിത്ത് വെയിൻ അല്ല, ഐ ട്രൈഡ് ഇൻ വെയിൻ ടു പിക്കപ്പ് സ്റ്റാൻഡ്സ് ഓഫ് ഫ്രോഗ്സ് എഗ്സ്. അതായത് ഈ പിന്നെ തവളയുടെ മുട്ടകളൊക്കെ എടുക്കാൻ ഇങ്ങനെ ശ്രമിച്ചിരുന്നു, പക്ഷേ അതെല്ലാം നിഷ്ഫലമായി പോയി. അപ്പോൾ വിത്ത് എന്നല്ല, ഐ ട്രൈഡ് വിത്ത് വെയിൻ എന്നല്ല, ഐ ട്രൈഡ് ഇൻ വെയിൻ. ഇന്നാണ് അവിടെ, വിത്ത് മാറിയിട്ട് ഇന്നാണ് വരുന്നത് അവിടെ. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ റിഫ്ലക്സ് മാറി റിഫ്ലക്റ്റ് ആക്കുക, വിൽ മാറ്റി വുഡ് ആക്കുക, പ്ലേ മാറ്റി പ്ലേയിങ് ആക്കുക, വിത്ത് മാറ്റി ഇൻ ആക്കുക. ഓക്കെ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി 15th ക്വസ്റ്റ്യൻ എന്താണ്? ദ ഷോർട്ട് സ്റ്റോറി ക്രൈം ആൻഡ് പണിഷ്മെന്റ് ബൈ R.K. നാരായൺ എൻഡ്സ് വിത്ത് ദ ടീച്ചർ സേയിങ് വി ഹാവ് ഫിനിഷ്ഡ് അവർ ലെസൺസ് ഏർലി ആൻഡ് ഐ വാസ് ജസ്റ്റ് പ്ലേയിങ് അബൌട്ട് വിത്ത് ദ ചൈൽഡ്. അപ്പോൾ എന്താണ്? നമുക്കറിയാം ഷോർട്ട് സ്റ്റോറി ക്രൈം ആൻഡ് പണിഷ്മെന്റ് ആരുടെയാണ്? R.K. നാരായണന്റെ അറിയായിരുന്നു. അത് അവസാനിക്കുന്നത് എന്താണ്? വി ഹാവ് ഫിനിഷ്ഡ് അവർ ലെസൺസ് ഏർലി. നമ്മൾ നേരത്തെ നമ്മുടെ പാഠങ്ങളൊക്കെ പഠിച്ചിരുന്നു. ഞാനിവിടെ കുട്ടിയായിട്ട് ജസ്റ്റ് ഒന്ന് കളിക്കുമായിരുന്നു. സംതിങ് ടു കീപ്പ് അപ്പ് ഹിസ് സ്പിരിറ്റ്സ്, യുനോ. അവൻ്റെ അതെന്ന് വെച്ചാൽ അവന് എന്താണ്, ഈ കഥ നമുക്കറിയാലോ, ക്രൈം ആൻഡ് പണിഷ്മെന്റ് കഥയൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതിന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട സമയമില്ല. ഓക്കെ, അപ്പോൾ അതിനകത്ത് അവസാനം പറഞ്ഞു നിർത്തുന്ന സെന്റൻസ് ആണ് ഇത്. എന്താണ്? പാരൻസ് വരുമ്പോൾ പറയുന്നതാണ്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദ ടീച്ചേഴ്സ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഹിസ് സ്റ്റുഡൻറ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ്. ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ അഭിപ്രായം എഴുതാനാണ്. ടീച്ചറിന്റെ ആ ഒരു മനോഭാവം, ആ കുട്ടിയോടുള്ള ടീച്ചറിന്റെ മനോഭാവം എന്താണെന്നാണ് അവിടെ എഴുതാൻ പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ എന്താണ്, അധ്യാപകൻ്റെ നിസ്സഹായ അവസ്ഥയും ഭയവുമാണ്. കുട്ടി എന്താണ്, നമുക്കറിയാലോ, ആ ടീച്ചർ എന്താണ്, അധ്യാപകൻ എന്താ ചെയ്യുന്ന, കുട്ടീനെ ഒന്ന് കവിളിലടിച്ചു അറിയാതെ ആ ദേഷ്യത്തിൽ. പക്ഷെ അത് വെച്ച് കുട്ടി ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന കഥയാണ്. അപ്പോൾ അയാളുടെ ഒരു നിസ്സഹായ അവസ്ഥയും ഭയവുമാണ് ഇവിടെ വ്യക്തമാക്കുന്നതും. എന്താണ് അത് ഇവിടെ പറഞ്ഞു മനസ്സിലാക്കണം. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം. അപ്പോൾ ദേഷ്യം നിയന്ത്രിക്കാനാകാതെ കുട്ടിയെ തല്ലിയതോടെ അധ്യാപകന്റെ അധികാരം നഷ്ടപ്പെടുന്നു. ജോലി പോകുന്ന ഭയം കാരണം ഞങ്ങൾ നേരത്തെ പഠിച്ചു ചേർത്തുന്ന അവിടെ കള്ളം പറയുവാണ്. ഓക്കെ എന്ന് മാതാപിതാക്കൾ
മാതാപിതാക്കളോട് കള്ളം പറയുമ്പോൾ അയാളുടെ വ്യാജമായ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ നിലപാടാണ്. പിന്നെ അയാളുടെ സ്വന്തം സ്വാർത്ഥതയും സെൽഫിഷ്നെസ്സും അവിടെ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടേതായ രീതിയിൽ ഒപ്പീനിയൻ നിങ്ങൾക്ക് എന്ത് മനസ്സിലായെന്ന് ഇത്തരത്തിലൊരു ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അടുത്ത ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ റോബർട്ട് ഫ്രോസ്റ്റ് പോയം മെൻഡിങ് വാൾ, ദ വാൾ ഈസ് എ പവർഫുൾ സിമ്പിൾ ദാറ്റ് റെപ്രസെന്റ്സ് ബോത്ത് സെപ്പറേഷൻ ആൻഡ് കണക്ഷൻ ബിറ്റ്വീൻ പീപ്പിൾ. അപ്പോൾ റോബർട്ട് ഫ്രോസ്റ്റിന്റെ പോയമാണ് മെൻഡിങ് വാൾ. അതിനകത്ത് നമുക്കറിയാം ആ മതിലെന്ന് പറയുന്നത് പവർഫുൾ സിമ്പിൾ ദാറ്റ് റെപ്രസെന്റ്സ്, അത് എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ബോത്ത് സെപ്പറേഷൻ ആൻഡ് കണക്ഷൻ ബിറ്റ്വീൻ ടു പീപ്പിൾസ്. അതായത് ആ മതിൽ പണിയുകയാണെന്നുള്ള ആ പാഠത്തിനകത്ത് നമ്മൾ പഠിച്ചു ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്ന് പറഞ്ഞാൽ അല്ലേ. മതിലെന്ന് വെച്ചാൽ എന്താണ്? നല്ല അയൽക്കാരുണ്ടാവുന്നതിനും കാരണമാണ്. അതേസമയം അയൽക്കാരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നൊന്നും അതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റൈറ്റ് 2 points ഈച്ച് ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് ഹാവിങ് എ വാൾ ബിറ്റ്വീൻ ഹൗസസ്. അപ്പോൾ വീടിനിടയ്ക്ക് വീടുകൾ തമ്മിൽ മതിൽ വരുന്നതിൻ്റെ 2 എണ്ണം എന്താണ്? എഗെയിൻസ്റ്റും, അതായത് അതിനെ സപ്പോർട്ട് ചെയ്തും ഇതിനെ അനുകൂലിച്ചും. അപ്പോൾ ഒരു മതിൽ വേണം, 2 നെയ്ബേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു മതിൽ വേണമെന്നും അല്ല ഇങ്ങനെ ഒരു ആവശ്യമില്ല എന്നുള്ളതും സപ്പോർട്ട് ചെയ്ത് അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ ഒരു ആൻസർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ആശയം വെച്ചിട്ട് എന്താണ്? അതായത് നമുക്ക് പറയാം ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല അതിരുകളുണ്ടെങ്കിൽ നല്ല അയൽക്കാരെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അനുകൂലിച്ച് എഴുതാം. പിന്നെ എന്താ? തലമുറകളായി കൊണ്ടുവന്നിരുന്ന ഉടമസ്ഥാവകാശം ലഭിക്കുന്നു, അല്ലെങ്കിൽ അത് പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാകും എന്നൊക്കെ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി പ്രതികൂലിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ്? പ്രകൃതി എപ്പോഴും എന്താണ്? പ്രകൃതിക്ക് മതിലുകൾ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ എഴുതാം. അല്ലെങ്കിൽ ഒരു കൃത്രിമമായിട്ട് ഒരു അകൽച്ച സൃഷ്ടിക്കുന്നു എന്നൊക്കെ ഇത്തരത്തിലൊക്കെ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ SCERT +2 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ഓഫേഴ്സ് എ റിച്ച് കളക്ഷൻ ഓഫ് ഇൻസ്പയറിംഗ് പോയംസ്, സ്റ്റോറീസ്, സ്പീച്ചസ്, എസ്സേസ് എക്സെട്രാ ദാറ്റ് എൻഹാൻസ് ലാംഗ്വേജ് ആൻഡ് സ്കിൽസ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ SCERT അറിയാലോ, സ്റ്റേറ്റ് ലെവൽ. അപ്പോൾ SCERT +2 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിന് ഒരുപാട് കളക്ഷൻ ഉണ്ട്. എന്താണ്? നമ്മുടെ നമ്മൾ പ്രചോദനം നൽകുന്ന കവിതകളുണ്ട്, കഥകളുണ്ട്, സ്പീച്ച് പ്രസംഗങ്ങളുണ്ട്, എസ്സേ ഉണ്ട്, ലേഖനങ്ങളുണ്ട്, ഇങ്ങനെ മുതലായവയുണ്ട്. അത് നമ്മുടെ ലാംഗ്വേജ്, ഇംഗ്ലീഷ് ഭാഷയും കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അതൊക്കെ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതാണ്. റൈറ്റ് എ ബ്ലർബ് നമ്മൾ എഴുതാൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് നമുക്ക് ബ്ലർബ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ നമ്മൾ ആ ടെക്സ്റ്റിനെ, ഇപ്പോൾ നിങ്ങൾ കഥാപുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിന്റെ ബാക്കിൽ ആ ഒരു ടെക്സ്റ്റിനെ കുറിച്ചുള്ള കുറച്ച് ഭാഗങ്ങൾ എഴുതിയിട്ടില്ലേ, തരത്തില്ലേ, അതിനെയാണ് നമ്മൾ ബ്ലർബ് എന്ന് പറയുന്നത്. അതായത് ടെക്സ്റ്റിന്റെ ബാക്ക് കവറിൽ ചെറിയ വിവരണങ്ങൾ തരും, അതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ പരസ്യവാചകങ്ങളെയാണ് ബ്ലർബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സാധാരണ സിനിമയിലൊക്കെ ട്രെയിലർ ചെയ്യുന്ന പോലെ ഈ പുസ്തകത്തിന് ഉള്ളതാണ് ബ്ലർബ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച്, ആ പുസ്തകത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ അതിന് നമുക്കത് നല്ല ആകർഷകമായിരിക്കണം. ആ പുസ്തകത്തിൻ്റെ കുറച്ച് പരിചയപ്പെടുത്തി തരണം. പിന്നെ എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്താണ്, ആ പുസ്തകം വായിക്കുന്നതുകൊണ്ടുള്ള ലക്ഷ്യം എന്താണെന്നൊക്കെ കൊണ്ട് ഇതിൻ്റെ ഒരു മോഡൽ നിങ്ങൾ തയ്യാറാക്കിയാൽ മതി. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോൾ അതാണ് ബ്ലർബ് എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട സമയം നമുക്കിപ്പോൾ ഇല്ല. അതുകൊണ്ട് ഇനി അങ്ങോട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞങ്ങ് പോവുകയാണ്. ഓക്കെ, ബ്ലർബ് അഥവാ ഇനി നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ക്വസ്റ്റ്യൻസിൽ ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ സഹിതം എക്സ്പ്ലെയിൻ ചെയ്യണം. ഞാൻ തന്ന ആൻസർ ആണെങ്കിലും ചേച്ചി ഒന്ന് വായിച്ച് പറഞ്ഞു തരണം, അതിൻ്റെ അർത്ഥം പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ സമയം കിട്ടുന്നതനുസരിച്ച് അത് നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാം. ഇപ്പോൾ സമയത്തിന്റെ പരിമിതി കാരണം നമ്മൾ പെട്ടെന്ന് ആ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങ് ബാക്കി ഓടിച്ച് ക്വസ്റ്റ്യൻ എന്താണ് നിങ്ങൾ എഴുതേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞുതരാം. ഇനി അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ. റീഡ് ദ ഫോളോവിംഗ് പാരഗ്രാഫ് കെയർഫുള്ളി ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്സ് ഗിവൻ ഇൻ ദ ബ്രാക്കറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ താഴെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഫ്രേസൽ വെർബ്, അത് ഇന്നലെ വൈകുന്നേരം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഫ്രേസൽ വെർബ് എങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ ഇതിൽ കുറച്ച് ഗീവ് അപ്പ്, മൂവ് അവേ, ഇതിൽ കുറേയൊക്കെ നമ്മൾ പറഞ്ഞതാണ്, ഇന്നലെയും ഗീവ് അപ്പ് അതൊക്കെ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഗീവ് അപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ നിർത്തിവെക്കുക, അങ്ങനെയുള്ളതാണ് ഗീവ് അപ്പ് എന്ന് പറഞ്ഞാൽ. മൂവ് അവേ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവ് അവേ എന്ന് വെച്ചാൽ വേറൊരിടത്തേക്ക് പോവുക, അല്ലെങ്കിൽ മാറിപ്പോവുക, മറ്റൊരിടത്തേക്ക് പോവുക എന്നുള്ളൊരു അർത്ഥം തരുന്ന ഫ്രേസൽ വെർബാണ് മൂവ് അവേ. അടുത്ത് കം അപ്പ് എന്ന് വെച്ചാൽ എന്താണ്? മുന്നോട്ട് വരിക, മുന്നോട്ട് വരിക അല്ലെങ്കിൽ രൂപീകരിക്കുക എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ടേക്ക് ഓവർ എന്ന് വെച്ചാൽ ഏറ്റെടുക്കുക എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഇത്രയും അർത്ഥം വെച്ചിട്ട് ആ പാരഗ്രാഫിൻ്റെ അർത്ഥം വെച്ച് നമ്മൾ എഴുതാൻ പഠിക്കണം. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? ദ അഗ്രികൾച്ചർ സെക്ടർ ഈസ് സ്ലോലി ഡൈയിങ് ഔട്ട് ആസ് മോർ പീപ്പിൾ ഡാഷ് ഫ്രം ഫാമിംഗ് ഇൻ സെർച്ച് ഓഫ് ബെറ്റർ ജോബ്സ് ഇൻ സിറ്റീസ്. അപ്പോൾ എന്താ പറയുന്നത്?
കൃഷി, അതായത് നമ്മുടെ കൃഷി എന്ന് പറഞ്ഞ ആ മേഖല പതുക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ, നഗരങ്ങളിലൊക്കെ മികച്ച ജോലികൾ തേടി ആളുകൾ കൃഷിയിൽ നിന്ന് പോകുന്നു എന്നാണ്. അപ്പോൾ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ അല്ലെ, മാറിപ്പോവുക എന്നുള്ളതിന് നമ്മൾ നേരത്തെ പറഞ്ഞു മൂവ് അവേ. അപ്പോൾ മൂവ് അവേ ആണ് എയിൽ വരേണ്ടത്. എയുടെ ആൻസർ മൂവ് അവേ ആണ്. അടുത്ത ബി എന്താ, അടുത്ത ബി വരുമ്പോൾ നമുക്ക് നോക്കാം. എന്താ, മെനി ഫാമേഴ്സ് ഡാഷ് കൾട്ടിവേഷൻ ബിക്കോസ് ഓഫ് അൺപ്രഡിക്റ്റബിൾ വെതർ ആൻഡ് ലോ പ്രോഫിറ്റ്സ്. അപ്പോൾ ഒരുപാട് കർഷകർ ഡാഷ് കൾട്ടിവേഷൻ കൃഷി ഉപേക്ഷിക്കുന്നു. അപ്പോൾ ഉപേക്ഷിക്കുന്നു എന്നുള്ളതിന് എന്താണ് നമ്മൾ പഠിച്ചു, ഗീവ് അപ്പ് എന്നാണ്. അപ്പോൾ ഗീവ് അപ്പ് ആണ് ബിയുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഒരുപാട് കർഷകർ കൃഷി ഉപേക്ഷിക്കുകയാണ്. കാരണം ഈ നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാലാവസ്ഥ എപ്പോഴാണെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം, എങ്ങനെ വരുന്നു, അത് മഴ എപ്പോൾ വരുന്നു ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പല കർഷകരും കൃഷി അങ്ങ് ഉപേക്ഷിക്കുക. അപ്പോൾ ബി ഗീവ് അപ്പ് ആണ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം ലോ പ്രോഫിറ്റ്സ്. അപ്പോൾ ലാഭം കുറവുള്ളതും കൊണ്ടാണ് ഉപേക്ഷിക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ബി ലോ പ്രോഫിറ്റ്സ് അല്ല, ഗീവ് അപ്പ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് മെഷീൻസ് ആൻഡ് മോഡേൺ ഇൻഡസ്ട്രീസ് ഡാഷ് ട്രഡീഷണൽ മെത്തേഡ്സ് റെഡ്യൂസിങ് ദ നീഡ് ഫോർ മാനുവൽ ലേബർ. അപ്പോൾ എന്താണ്, അപ്പോൾ അടുത്തെന്താ പറയണേ, മെഷീൻസും മോഡേൺ ഇൻഡസ്ട്രീസും, അപ്പോൾ യന്ത്രങ്ങളും പുതിയ പുതിയ വ്യവസായശാലകളും ഏറ്റെടുക്കുന്നു എന്ന് പറയാം അല്ലേ. അപ്പോൾ ഏറ്റെടുക്കുകയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു ഏതാണ്, ടേക്ക് ഓവർ. അപ്പോൾ സി ആണ് ആൻസർ. സിയുടെ ആൻസർ ടേക്ക് ഓവർ എന്നാണ് വരുന്നത്, ഏറ്റെടുക്കുക. അപ്പോൾ ഒരുപാട് മെഷീൻസും മോഡേൺ ഇൻഡസ്ട്രീസും ട്രഡീഷണൽ മെത്തേഡ്സിനെ, പണ്ടേയുള്ള മെത്തേഡുകളെ ഏറ്റെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം മാനുവൽ ലേബർ, മനുഷ്യന്റെ ആവശ്യം അവിടെ വരുന്നില്ല, മെഷീൻസ് ആണ് വരുന്നത് എന്ന് പറഞ്ഞു. അൺലെസ് ബി ഡാഷ് വിത്ത് എഫക്റ്റീവ്. അപ്പോൾ ബാക്കി ഒബിയസ്ലി നമുക്ക് അവസാനമുള്ളത് കം അപ്പ് എന്ന് പറഞ്ഞു, മുന്നോട്ട് വരിക. അപ്പോൾ അൺലെസ് വി കം അപ്പ് വിത്ത് എഫക്റ്റീവ് പ്ലാൻസ് ടു സപ്പോർട്ട് ഫാമേഴ്സ്, അതായത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം, ഫാമേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ പുതിയൊരു പ്ലാനും എഫക്റ്റീവായിട്ടുള്ള നല്ല കാര്യക്ഷമമായിട്ട് മുന്നോട്ട് വരുന്നത് വരയ്ക്കും എന്താണ് ദ ഫ്യൂച്ചർ ഓഫ് അഗ്രികൾച്ചർ എന്താണ് ഭയങ്കര കഷ്ടത്തിലായിരിക്കും എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ആൻസർ ഡി കം അപ്പ് എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, എ മൂവ് അവേ, ബി ഗീവ് അപ്പ്, സി ടേക്ക് ഓവർ, ഡി കം അപ്പ്. ഓക്കെ, ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഐ വുഡ് സിറ്റ് ആൻഡ് വാച്ച് ലിറ്റിൽ ആൻഡ്സ് ക്യാരി ലാർജ് ലോഡ്സ് ഡിറ്റർമിൻ ടു ഗെറ്റ് ടു ദെയർ ഡെസ്റ്റിനേഷൻ. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്, ഈ കുഞ്ഞു ഉറുമ്പുകളൊക്കെ അവയുടെ തലയിൽ എന്താണ് ഈ ലോഡൊക്കെ വെച്ച്, എന്ന് വെച്ചാൽ നമുക്കറിയില്ല ഉറുമ്പ് ഇങ്ങനെ അരിയമണിയൊക്കെ പറക്കിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അതുപോലെ ലോഡൊക്കെ വെച്ച് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തോട്ട് എത്തിച്ചേരാൻ അത് ഉറച്ച തീരുമാനത്തോടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. വാട്ട് വാസ് മൈ ഡെസ്റ്റിനി. അപ്പോൾ പോകുന്ന ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, വാട്ട് വാസ് മൈ ഡെസ്റ്റിനി, എന്തായിരുന്നു എൻ്റെ വിധി എന്ന്. ഓക്കെ, ഷഹീൻ മിസ്ട്രി. ഇതാരാ പറയുന്നത്, ഷഹീൻ മിസ്ട്രി പറയുകയാണ്. ഓക്കെ, ഷെയർ യുവർ തോട്ട്സ് അബൌട്ട് യുവർ ഫ്യൂച്ചർ പ്ലാൻസ് ഇൻ എ ഷോർട്ട് പാരഗ്രാഫ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ച് എഴുതാനാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്താവണം ഭാവിയിൽ, നിങ്ങളുടെ ഭാവി പദ്ധതികളെക്കുറിച്ചുള്ള ഒരു ചിന്ത ഒരു പാരഗ്രാഫായിട്ട് എഴുതും. നിങ്ങൾക്ക് ഭാവിയിൽ എന്താവണം, ഓരോരുത്തർക്കും ഭാവിയിൽ ഓരോന്നാവാനാണ് ആഗ്രഹം. അപ്പോൾ നിങ്ങളുടെ ഭാവിയിൽ എന്താവാനാണ് ആഗ്രഹം എന്ന് അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് ആൻസർ. ഇനി 5 ക്വസ്റ്റ്യൻ ഫ്രം 20 to 25. 20 മുതൽ 25 ഏതെങ്കിലും എത്ര എണ്ണത്തിന് എഴുതിയാൽ മതി, 20 മുതൽ 25 വരെയുള്ളതിൽ ഏതെങ്കിലും 5 എണ്ണം എഴുതിയാൽ മതിയായിരുന്നു. ഓക്കെ, 20ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഓക്കെ, ക്യാരക്ടർ സ്കെച്ചാണ് അവിടെ ചോദിക്കുന്നത്. ഇത് ഇന്ന് രാവിലെ നമ്മളിരുന്ന് പഠിച്ചിട്ട് പോയതാണ്. അപ്പോൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്താ ക്വസ്റ്റ്യൻ, ആശാപൂർണ ദേവീസ് ഷോർട്ട് സ്റ്റോറി മാച്ച് ബോക്സ് എക്സ്പ്ലോർസ് ദ ഡെലിക്കേറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ കപ്പിൾ അജിത് ആൻഡ് നോമിത. അപ്പോൾ ആശാപൂർണ ദേവിയുടെ എന്താണ് ഷോർട്ട് സ്റ്റോറിയാണ് മാച്ച് ബോക്സ്, അറിയാലോ തീപ്പെട്ടി എന്ന് പറയുന്നത്. എക്സ്പ്ലോർസ് ദ ഡെലിക്കേറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ കപ്പിൾ, അജിത്തും നോമിതയും തമ്മിലുള്ള ഒരു എന്താണ് ഡെലിക്കേറ്റ് സങ്കീർണമായ ഒരു ബന്ധത്തെക്കുറിച്ചാണ്, ദാമ്പത്യ ബന്ധത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇൻ ദ ലൈറ്റ് ഓഫ് ദിസ് സ്റ്റേറ്റ്മെന്റ്, അപ്പോൾ ഈ ഒരു പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ അറ്റംപ്റ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് അജിത്തിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് രാവിലെ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എഴുതിയിട്ടുണ്ട്. അജിത്തിൻ്റെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നോമിതയുടെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എങ്ങനെ എഴുതാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എഴുതിയിട്ടുള്ളവർക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത 21st ക്വസ്റ്റ്യൻ എന്താണ്, ദ ഗ്രേറ്റ് ബെൽറ്റ് മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ഇൻ കെനിയ ഈസ് എ പവർഫുൾ ഇനിഷ്യേറ്റീവ് ദാറ്റ് ഹാസ് എൻകറേജ് പീപ്പിൾ എസ്പെഷ്യലി വിമൻ ടു പ്ലാന്റ് ട്രീസ് ആൻഡ് പ്രൊട്ടക്ട് ദ എൻവിറോൺമെന്റ്. ഓക്കെ, അപ്പോൾ ദ ഗ്രേറ്റ് ബെൽറ്റ് മൂവ്മെന്റ് നമ്മൾ പഠിച്ചു, കെനിയയിലാണ് ആരംഭിച്ചത്. സ്റ്റാർട്ടഡ് ഇൻ കെനിയ ഈസ് എ പവർഫുൾ ഇനിഷ്യേറ്റീവ് ദാറ്റ് ഹാസ് എൻകറേജ് പീപ്പിൾ. അത് ഒരുപാട് പീപ്പിളിനെ, ആൾക്കാരെ എൻകറേജ് ചെയ്തിട്ടുണ്ട്, ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുവരാൻ പ്രാപ്തയാക്കിയിട്ടുണ്ട്. എസ്പെഷ്യലി വിമൻ, ഓക്കെ, സ്ത്രീകളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ. ടു പ്ലാന്റ് ട്രീസ് ആൻഡ് പ്രൊട്ടക്ട് ദ എൻവിറോൺമെന്റ്. അപ്പോൾ എന്താണ്, മരങ്ങൾ നടാനും പരിസ്ഥിതിയെ സംരക്ഷിക്കാനും ഒക്കെ ഇത് ഈ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് സഹായകമായിട്ടുണ്ട്. പ്രിപ്പയർ എ ബ്ലോഗ് ഡിസ്ക്രൈബിങ് ഹൗ ദ മൂവ്മെന്റ് ഹാസ് ഇൻസ്പയർഡ് ദ വേൾഡ്. അപ്പോൾ ബ്ലോഗ് എഴുതാൻ അത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ,
ഓക്കെ, ബ്ലോഗ് എഴുതുമ്പോൾ ഒരു ഹെഡിങ് കൊടുത്തു, അതിന് താഴെ ഡേറ്റ് കൊടുത്തു, എന്നിട്ട് ആരാണ് എഴുതുന്നത് നിങ്ങളുടെ പേരോ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് ഈ ഒരു ഞാൻ പറഞ്ഞു ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ച സെൻറ്റൻസുകളും അതിനെക്കുറിച്ചുള്ള ഈ ഒരു കുറേ ലൈൻസ് തന്നിട്ടുണ്ട്. ആ ലൈൻസ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. എന്നിട്ട് എന്തൊക്കെ വേണം? ബ്ലോഗറിന് ഒരു ടൈറ്റിൽ വേണം, ഹെഡർ ഇൻഫർമേഷൻ വേണം, അത് ആ ബ്ലോഗിൻ്റെ പേര്, ആ തീയതി, അതൊക്കെ വേണം. പിന്നെ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, ബോഡിയിൽ നല്ല ബോഡിയിൽ ആ ഡീറ്റെയിൽസ് എഴുതണം, പിന്നെ അവസാനം കൺക്ലൂഡ് ചെയ്ത് എഴുതണം. ഇത്ര എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത 22nd ക്വസ്റ്റ്യൻ. ഇൻ ദ ലെസൺ ഹൊറഗല്ലു വി ലേൺ ഹൗ ലിസണിങ് ടു അതേഴ്സ് ക്യാൻ ഹെൽപ്പ് റിലീവ് ദെയർ മെൻ്റൽ ബേർഡൻ. അപ്പോൾ നമ്മൾ ഹൊറഗല്ലു എന്ന ചാപ്റ്റർ പഠിച്ചായിരുന്നു. ആ ചാപ്റ്ററിനകത്ത് നമ്മൾ എന്താണ് പറയുകയാണ്, ഹൗ ലിസണിങ് ടു അതേഴ്സ് ക്യാൻ ഹെൽപ്പ് റിലീവ്. അപ്പം എന്താണ് നമ്മൾ ഒരാൾ പറയുന്നത് നമ്മളത് ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരാൾക്ക് എത്രമാത്രം ആശ്വാസപ്രദമാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ അതിനകത്ത് പഠിച്ചു. റൈറ്റ് ആൻഡ് ഇമെയിൽ, ഒരു ഇമെയിൽ എഴുതാൻ, അതിൻ്റെ ഫോർമാറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇമെയിൽ ടു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഹൈലൈറ്റിംഗ് ദ നീഡ് ഫോർ കൗൺസിലിംഗ് ഫെസിലിറ്റീസ് ഇൻ സ്കൂൾസ് ടു സപ്പോർട്ട് സ്റ്റുഡൻസ്. അപ്പോൾ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്കൂളിൽ കൗൺസിലിംഗ് ഫെസിലിറ്റീസ് എന്ന് വെച്ചാൽ എന്താണ്, കൗൺസിലിങ്ങിന് വിടുക എന്ന് പറഞ്ഞാൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അവരുടെ കാര്യങ്ങൾ കേൾക്കാനും അതിനവർക്ക് മറുപടി കൊടുക്കാനുമുള്ള കൗൺസിലിംഗ് ഫെസിലിറ്റീസ് കൊണ്ടുവരുന്നതിനെ കുറിച്ച് അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടൊരു ആർക്കാണ്, എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനാണ് ഇമെയിൽ എഴുതേണ്ടത്. അപ്പോൾ ഇമെയിൽ എഴുതുമ്പോൾ നമ്മൾ പറഞ്ഞു ഫ്രമിൽ ഒരു ഇമെയിൽ ID വേണം, അത് നിങ്ങളുടെ ആയിരിക്കണം, നമ്മുടെ ആയിരിക്കണം, എഴുതുന്ന ആളുടെ ആയിരിക്കും. ടൂവിൽ ആരുടെയാണ്, എഡ്യൂക്കേഷണൽ മിനിസ്റ്ററിന്. അപ്പോൾ മിനിസ്റ്റർ എന്ന് പറഞ്ഞ് കൊടുത്ത് gmail.com എന്ന് പറഞ്ഞ് എന്തെങ്കിലും കൊടുക്കുക. എന്നിട്ട് സബ്ജക്റ്റ് എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സബ്ജക്റ്റ് എന്തിനെക്കുറിച്ചാണ് എഴുതുന്നത്, എന്താണ്, നീഡ് ഫോർ കൗൺസിലിംഗ് ഫെസിലിറ്റീസ് ഇൻ സ്കൂൾസ് ടു സപ്പോർട്ട് സ്റ്റുഡൻസ്, ഇമോഷണൽ വെൽബീയിങ്, അത് പറഞ്ഞു കൊടുത്താൽ അത് സബ്ജക്റ്റായിട്ട് കൊടുത്തിട്ട് സർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ബാക്കി കാര്യങ്ങൾ കണ്ടൻറ്റ് കൊടുക്കുക, ഒരു ഇൻട്രോ കൊടുത്തിട്ട് കണ്ടൻറ്റ് കൊടുക്കുക, ബോഡി അതിനകത്ത് കൊടുക്കുക, കൺക്ലൂഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് റിഗാർഡ്സ് പറഞ്ഞ് പേരെഴുതുക. അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്ത 23ാമത്തെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, അതും ഡിസ്കസ് ചെയ്തായിരുന്നു. ആസ് എ ന്യൂസ് പേപ്പർ റിപ്പോർട്ടർ റൈറ്റ് എ ഡീറ്റെയിൽഡ് ന്യൂസ് റിപ്പോർട്ട് ഡിസ്ക്രൈബിംഗ് ഹൗ എ ബാങ്ക് കൊളാപ്സ് ഡ്യൂ ടു ദ misappropriation of funds by its president, Mr. John Grisham, based on one act play, The Hour of Truth. ഓക്കെ, അപ്പോൾ അവർ ഓഫ് ട്രൂത്ത് ആ ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ഒരു പത്ര റിപ്പോർട്ടർ എന്ന നിലയിൽ അവർ ഓഫ് ട്രൂത്ത് എന്ന ആ വൺ ആക്ട് പ്ലേയുടെ അതിനെ അടിസ്ഥാനമാക്കി ബാങ്ക് പ്രസിഡന്റായ മിസ്റ്റർ ജോൺ ഗ്രഷാം അദ്ദേഹം ഫണ്ട് ദുരുപയോഗം ചെയ്തത് കൊണ്ട് ഒരു ബാങ്ക് എങ്ങനെ തകർച്ചയിലായി എന്ന് വിവരിക്കുന്ന തരത്തിലുള്ള ഒരു വിശദമായ പത്രവാർത്തയാണ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം പത്രവാർത്ത ഹെഡിങ് വേണം, പിന്നെ സ്ഥലം വേണം, പിന്നെ അതിനകത്തുള്ള ആര്, എന്ത്, ഏത് ബാങ്ക്, എങ്ങനെ, എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കണ്ടന്റ് കൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ നല്ല ലാംഗ്വേജ് ആണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത 24th ക്വസ്റ്റ്യൻ പറയുന്നത് കോൺവെർസേഷൻ ആണ്. ഇമാജിൻ യു ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു മീറ്റ് എ പേഴ്സൺ ഹു ഹാസ് സക്സസ്ഫുള്ളി ഓവർകം ഡ്രഗ് അഡിക്ഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു വ്യക്തിയെ കണ്ടുമുട്ടാൻ വന്നിട്ടുണ്ട്. ആരാണ്? എ പേഴ്സൺ ഹു ഹാസ് സക്സസ്ഫുള്ളി ഓവർകം ഡ്രഗ് അഡിക്ഷൻ. ഓക്കെ, ഡ്രഗ് അഡിക്ഷന് ഓവർകം ചെയ്ത് അതിനെ സക്സസ്ഫുള്ളായിട്ട് അതിനെ തരണം ചെയ്തു വന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കാണാനിടയായി. റൈറ്റ് എ ലൈക്ലി കോൺവെർസേഷൻ യു ഹാഡ് വിത്ത് ഹിം അബൌട്ട് ഹിസ് എക്സ്പീരിയൻസ്. അപ്പോൾ അദ്ദേഹമായിട്ട് നമുക്കുണ്ടായ ഒരു സംഭാഷണം എഴുതാനാണ്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എഴുതണം, അദ്ദേഹത്തിന് വന്ന ചാലഞ്ചസ്, വെല്ലുവിളികൾ എന്തായിരുന്നു, പിന്നെ ആൻഡ് ദ പാത്ത് ടു റിക്കവറി ഫ്രം ഡ്രഗ് അഡിക്ഷൻ. ആ ഡ്രഗ് അഡിക്ഷനിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടുന്ന ആ ഒരു അയാൾ കടന്നുപോയ ആ പാത്ത്, ആ ഒരു വഴിയെക്കുറിച്ചൊക്കെ, ആ ഒരു മുക്തി നേടിയ ആ ഒരു കടന്നുപോയ ദിനങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ഒരു സംഭാഷണം നടത്താനാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അതാണ് 24th ക്വസ്റ്റ്യൻ. Okay, in 25th question, Wangari Maathai said, to the young people I say, you are a gift to your communities and indeed the world. അപ്പോൾ വാങ്കാരി മാതായി പറഞ്ഞു ടു ദ യങ് പീപ്പിൾ, അതായത് യുവജനങ്ങളോട് പറയാണ്, ഐ സേ, ഞാൻ പറയുന്നു, യു ആർ എ ഗിഫ്റ്റ് ടു യുവർ കമ്മ്യൂണിറ്റീസ്, നിങ്ങളുടെ സമുദായത്തിനും ഈ ലോകത്തിനും നിങ്ങളൊരു സമ്മാനമാണ്, വരദാനമാണ്. യു ആർ അവർ ഹോപ്പ് ആൻഡ് അവർ ഫ്യൂച്ചർ, നിങ്ങളാണ് ഞങ്ങളുടെ പ്രതീക്ഷയും ഞങ്ങളുടെ ഭാവിയും നിങ്ങളാണ്. ഇൻസ്പയർ ബൈ ഹർ വേർഡ്സ് പ്രസന്റ് ദ ടോപ്പിക് ദ റോൾ ഓഫ് യൂത്ത് ഇൻ പ്രിസർവിങ് ദ എക്കോസിസ്റ്റം ഡ്യൂറിങ് എ പാനൽ ഡിസ്കഷൻ. അപ്പോൾ ചർച്ച ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ അവരുടെ വാക്കുകളിൽ ഇൻസ്പയറായി നിങ്ങൾ പ്രസന്റ് ദ ടോപ്പിക് ഏതാണ്, ദ റോൾ ഓഫ് യൂത്ത്. അപ്പോൾ യുവജനങ്ങളുടെ പങ്ക് ഇൻ പ്രിസർവിങ് ദ എക്കോസിസ്റ്റം, അപ്പോൾ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിൽ യുവജനങ്ങളുടെ പങ്ക് എന്നുള്ളതിനെക്കുറിച്ച് ഒരു പാനൽ ഡിസ്കഷൻ ചർച്ച ചെയ്യാനാണ്
അവിടെ ചോദിക്കുന്നത്. പാനൽ ഡിസ്കഷൻ ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു കുറിപ്പ് തയ്യാറാക്കി നിങ്ങൾ വെച്ചാൽ മതി. ഓക്കെ, അതിനെക്കുറിച്ചുള്ളത് എഴുതിയാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഈ ഒരു കണ്ടന്റും ഈ ചാപ്റ്ററും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ, നല്ല ലാംഗ്വേജിൽ നല്ല ഭാഷയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, കമ്മ്യൂണിക്കേഷനൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇനി 26 മുതൽ 28 ഏതെങ്കിലും 2 എഴുതിയാൽ മതി. അതിൽ 26ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ മെനഞ്ഞാന്ന് ഇവിടെ ഈ സെയിം ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ, പക്ഷെ അവിടെ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ഇതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ ക്വാളിഫിക്കേഷൻ ഒന്ന് മാറ്റിയാൽ മതി. എക്സ്പീരിയൻസ് എന്തെങ്കിലും മാറുവാണെങ്കിൽ അതൊന്ന് മാറ്റിയാൽ മതി. അതെങ്ങനെ എഴുതണം എന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻ തന്നെ ഇതുവരെ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം. യു ഹാവ് കം അക്രോസ് ദ ഫോളോയിങ് അഡ്വർടൈസ്മെന്റ് ഫ്രം ആകാംക്ഷ ഫൗണ്ടേഷൻ. അപ്പോൾ ആകാംക്ഷ ഫൗണ്ടേഷനിൽ നിന്ന് നിങ്ങളൊരു അഡ്വർടൈസ്മെന്റ് പരസ്യം കണ്ടു. എന്താ? ഇൻവൈറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഫോർ ദ പോസ്റ്റ് ഓഫ് ടീച്ചർ ടു എഡ്യൂക്കേറ്റ് ആൻഡ് എംപവർ അണ്ടർ പ്രിവിലേജ്ഡ് ചിൽഡ്രൻ. അണ്ടർ പ്രിവിലേജ്ഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന കുട്ടികളെ പഠിപ്പിക്കാനും അവരെ മുൻനിരയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സിന് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ റൈറ്റ് ആൻ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഇൻക്ലൂഡിങ് കവർ ലെറ്റർ ആൻഡ് ബയോഡേറ്റ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കവർ ലെറ്ററും ഒരു ബയോഡേറ്റയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മോഡൽ തന്നെ ഞാൻ ഇവിടെ ആൻസറായിട്ട് കാണിക്കാം. അതിൽ നിങ്ങൾ ഈ ക്വാളിഫിക്കേഷൻ കുറച്ചൊക്കെ മാറ്റാനുണ്ട്, അത് മാറ്റി നോക്കുക. അത് നിങ്ങൾ മാറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്ന ക്വാളിഫിക്കേഷൻ എന്താണ്? വാണ്ടഡ് ടീച്ചേഴ്സിന് ആവശ്യമുണ്ട്. ആകാംക്ഷ ഫൗണ്ടേഷനാണ്. ക്വാളിഫിക്കേഷൻ എന്താണ്? ഗ്രാജുവേഷൻ വിത്ത് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അതാണ് വേണ്ടത്. നല്ല ഗ്രാജുവേഷൻ വേണം, പിന്നെ ഡിഗ്രി വേണം, ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം. എക്സ്പീരിയൻസ് അനുഭവം എത്രയാണ്? പ്രിഫറൻസ് ഫോർ കാൻഡിഡേറ്റ്സ് വിത്ത് 3 years ടീച്ചിങ് എക്സ്പീരിയൻസ്, അതായത് 3 വർഷത്തെ ടീച്ചിങ്ങിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണം. പിന്നെ എന്താ? ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സ് മേ സെൻഡ് ദെയർ ആപ്ലിക്കേഷൻ വിത്തിൻ 10 days ടു. അപ്പോൾ 10 ദിവസത്തിനകം ഏത് അഡ്രസ്സിലോട്ട് അഡ്രസ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ പഠിച്ചതാണ്. അത് ഓക്കെ, അത് ഞാനിനി ഒന്നുകൂടെ പറയുന്നില്ല. ഇനി ആർക്കെങ്കിലും അത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റിൽ ചെയ്താൽ മതി. പിന്നെ അടുത്ത് പറയുന്നത്, അതിനകത്ത് ഞാൻ ഈ ഒരു റെസ്യൂമിൽ കുറച്ച് ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ വേണം എഴുതാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതിയിട്ടുള്ളവർക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ഒരു ഫസ്റ്റ് ഒരു നമ്മൾ എന്താണ് ഫ്രം കൊടുക്കുക ടു ഇവിടുത്തെ ഈ അഡ്രസ്സിൽ, ഇവിടെ തന്നിരിക്കുന്ന അഡ്രസ്സ് ഡയറക്ടർ ആകാംക്ഷ ഫൗണ്ടേഷൻ മുംബൈ എന്ന് പറഞ്ഞ അഡ്രസ്സ് കൊടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മുടെ കാര്യങ്ങളൊക്കെ എഴുതുക. എന്നിട്ട് അവസാനം കൈൻഡ്ലി അലോ മീ ടു ജോയിൻ ഇൻ യുവർ ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് റിഗാർഡ്സ് പറഞ്ഞു കൊടുക്കുക. അത് കഴിഞ്ഞ് ബയോഡേറ്റ കോളം വരച്ചിട്ട് നമ്മുടെ പേര്, ജനനം, ഇയർ ഓഫ് ബർത്ത് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത്, പെർമനന്റ് അഡ്രസ്സ്, ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ, ഇതെല്ലാം കൊടുക്കുക. ഫോൺ നമ്പർ, ഇമെയിൽ ID ഒക്കെ കൊടുക്കുക. അത്രയേ ഉള്ളൂ റെസ്യൂം. ഓക്കെ, ഇനി അടുത്ത 27ാമത്തെ ക്വസ്റ്റ്യൻ. മെൻഡിങ് വാൾ അമിഗോ ബ്രദേഴ്സ് ആൻഡ് ദ അവർ ഓഫ് ട്രൂത്ത് ഹൈലൈറ്റ്സ് ഹൗ ട്രസ്റ്റ്, ഓണസ്റ്റി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഹെൽപ്പ് പീപ്പിൾ ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ സ്ട്രോങ് റിലേഷൻഷിപ്പ്. അപ്പോൾ മെൻഡിങ് വാൾ നമ്മൾ പഠിച്ചു അല്ലേ, മതിൽ പണിയുകയായിരുന്നു. അമിഗോ ബ്രദേഴ്സ്, അതും എന്താണ്? 2 സുഹൃത്തുക്കളുടെ കഥ. ദ അവർ ഓഫ് ട്രൂത്ത് അല്ലേ, സത്യസന്ധതയുടെ ആ കഥ. ഓക്കെ, ഇതെല്ലാം ട്രസ്റ്റ്, സത്യസന്ധത, ഹോണസ്റ്റി, ട്രസ്റ്റ് എന്ന് വെച്ചാൽ വിശ്വാസം, പിന്നെ ഓണസ്റ്റി സത്യസന്ധത, ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് അതായത് പരസ്പരമുള്ള ഒരു ധാരണ, മനസ്സിലാക്കൽ. ഇതെല്ലാം ഹെൽപ്പ് പീപ്പിൾ ആൾക്കാരെ എങ്ങനെ സഹായിക്കുന്നു? ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ സ്ട്രോങ് റിലേഷൻഷിപ്പ്. അപ്പോൾ ഇതൊക്കെ ആൾക്കാരെ നല്ലൊരു ബന്ധം, സ്നേഹബന്ധം ഉടലെടുക്കാൻ സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ റൈറ്റ് ആൻഡ് എസ്സേ. ഇനി ഒരു എസ്സേ എഴുതാനാണ് ഫോർ യുവർ സ്കൂൾ മാഗസിൻ. നമ്മുടെ സ്കൂൾ മാഗസിനിലത്തേക്ക് ഒരു എസ്സേ എഴുതാനാണ് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ് റിലേഷൻഷിപ്പ് ആൻഡ് ദ ക്വാളിറ്റീസ്. അപ്പോൾ ഒരു നല്ല സ്നേഹബന്ധങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും ക്വാളിറ്റീസ് ഗുണമേന്മകൾ നീഡഡ് ടു കീപ് ദം മീനിങ് ഫുൾ ആൻഡ് എവർ ലാസ്റ്റിംഗ്. അതായത് എന്താണ്, നല്ല അർത്ഥവത്തായും ശാശ്വതമായിട്ട് ഈ ബന്ധങ്ങൾ നിലനിർത്താൻ നമുക്ക് ആവശ്യമായ ഗുണങ്ങളെക്കുറിച്ചും ഒരു എസ്സേ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എസ്സേ എന്ന് പറഞ്ഞാൽ അറിയാലോ, ലേഖനം എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അതായത് എല്ലാത്തിൽ നിന്നും അവരുടെ മെൻഡിങ് വാളിൽ എന്താണ്, നൈബേഴ്സ് തമ്മിലുള്ള എന്താണ് വേണ്ട വിശ്വാസത്തെക്കുറിച്ച് പറയണം. പിന്നെ ആ ബ്രദേഴ്സ്, അമിഗോ ബ്രദേഴ്സ് എന്ന് വെച്ചാൽ ബ്രദറല്ല, ആ ഫ്രണ്ട്സ് തമ്മിലുള്ള ആ ഒരു ഇൻസിഡൻറ്റ് എഴുതണം. പിന്നെ അവർ ഓഫ് ട്രൂത്തിലെ ആ മാനേജർ അല്ലേ, പിന്നെ ബാങ്ക് പോയതും പിന്നെ അവിടെ വർക്ക് ചെയ്ത നമ്മുടെ റോബർട്ട് ബാൾവിനെ കുറിച്ചൊക്കെ പറയണം. ഓക്കെ, അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എസ്സേ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ആൻഡ് അപ്രിസിയേഷൻ നമ്മൾ പറഞ്ഞു. എന്തായാലും അപ്രിസിയേഷൻ നമ്മുടെ ഒരു പോയം തരും, പിന്നെ അത് കഴിഞ്ഞ് അല്ലാതെ പുറത്തുനിന്ന് ഒരു പോയം തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പോയത്തിൽ എങ്ങനെ അങ്ങനെ ഒരു പോയം വന്നാൽ എങ്ങനെ എഴുതണമെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ലാങ്സ്റ്റൺ ഹ്യൂഗ്സിൻ്റെ മദർ ടു സൺ എന്ന് പറഞ്ഞൊരു പോയം തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള കുറച്ച് എഴുതുക. എന്നിട്ട് അത് ഏതായിട്ടാണ് എഴുതേണ്ട പോയം,
പറയാം മദർ ടു സൺ ഇൻ കമ്പാരിസൺ, കമ്പയർ ചെയ്യുക. എനി വുമൺ ഇൻ കാതറിൻ ടൈനാൻ എഴുതിയ എനി വുമൺ. അപ്പോൾ എനി വുമൻ്റെ ആ ഒരു അപ്രിസിയേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഫസ്റ്റിൽ ഈ ലാങ്സ്റ്റൺ ഹ്യൂഗ്സിൻ്റെ മദർ ടു സൺ എന്ന് പറഞ്ഞ് അത് എഴുതുക. അപ്പോൾ അപ്രിസിയേഷൻ എഴുതുമ്പോൾ എങ്ങനെയാണ് ഓതർ എഴുതണം, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആശയമൊക്കെ എഴുതുക, അവസാനം അതിൻ്റെ പൊയറ്റിക് ഡിവൈസസ് എഴുതണം. അതുപോലെ അടുത്ത് എനി വുമൻ്റെ എഴുതുക. ഇത് രണ്ടും കൂടെ, ഇതിൽ രണ്ടിലും എന്താണ് കമ്പാരിസൺ, താരതമ്യം ചെയ്ത് അവസാനം ഒരു പോയിന്റ് എഴുതുക, എന്നിട്ട് കൺക്ലൂഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ സേ എക്സാം +2 ഇംഗ്ലീഷിന് ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സും. അപ്പോൾ ഇതിൽ സമയപരിമിതി കാരണം കൂടുതൽ ക്വസ്റ്റ്യൻ ആൻസർ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ആൻസർ കിട്ടണം, അല്ലെങ്കിൽ അത് എനിക്കിത് വായിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരുമോ, അതല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഏത് ക്വസ്റ്റ്യൻ നമ്പറാണെന്ന് ചെയ്താൽ മതി. ഞാൻ സമയം കിട്ടുമ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ദിസ് ഈസ് മീ ദീപ ജാർവി സൈനിങ് ഓഫ്.